നമസ്കാരം. ഇന്ത്യ നടത്തിയ പുതിയ മിസൈൽ പരീക്ഷണത്തിൽ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ. അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള വമ്പൻ രാഷ്ട്രങ്ങൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യ നടത്തിയ ആ മിസൈൽ പരീക്ഷണം ഏതാണ് എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അത് ഇന്ത്യയുടെ ആദ്യത്തെ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണമാണ് ഇപ്പോൾ വിജയകരമായിരിക്കുന്നത്. അതായത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു. നേരത്തെ ഇന്ത്യ ഈ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് പരീക്ഷിച്ചതായിട്ടുള്ള നിരവധിയായിട്ടുള്ള വാർത്താ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതുപോലെ ഒരു പൂർണ്ണമായിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ പരീക്ഷിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഹൈപ്പർസോണിക് സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, അതും ചില പ്രത്യേക ഘട്ടങ്ങളിൽ പോലും സഞ്ചരിക്കാനായിട്ട് കഴിയുന്ന മിസൈലുകൾ ഇന്ത്യ നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ ശൗര്യ പോലെയുള്ള പടുകൂറ്റൻ മിസൈലുകളെ അക്കൂട്ടത്തിൽ പെടുത്തുന്നവയാണ്. എന്നാൽ പൂർണ്ണമായിട്ടും ഒരു ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയാവുന്ന ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലാണ് ഇപ്പോൾ ഇന്ത്യ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്ന് പരീക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു വാർത്ത വളരെ ഞെട്ടലോടെയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. നിലവിൽ തന്നെ 1500 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധി താണ്ടാൻ കഴിയുന്ന ഹൈപ്പർസോണിക് മിസൈലാണ് ഇപ്പോൾ ഇന്ത്യ പരീക്ഷിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് റഷ്യയായിരുന്നു ഇന്ത്യക്ക് മുൻപ് ഈ ഒരു വലിയ നേട്ടം സ്വന്തമാക്കിയത്. അതുമാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹൈപ്പർസോണിക് മിസൈലുകൾ ഇപ്പോഴും റഷ്യയുടെ കൈവശമാണ് ഉള്ളത്. അത് കഴിഞ്ഞ് ചൈന ഈ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തുകയുണ്ടായി. അതിന് പിന്നാലെ അമേരിക്ക പരീക്ഷണം നടത്തി എന്ന് പറയുന്നു. എന്തായാലും റഷ്യ, അമേരിക്ക, ചൈന ഈ 3 രാജ്യങ്ങൾ മാത്രമാണ് ഇതിനു മുൻപ് ഏറെക്കുറെ ഔദ്യോഗികമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതിൽ ഈ അമേരിക്ക ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ അമേരിക്കയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ലോകത്ത് ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വളരെ വിജയകരമായി നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നായി തന്നെ മാറിയിരിക്കുകയാണ്. അതായത് 4 രാജ്യങ്ങൾ, അതിലൊന്ന് ഇപ്പോൾ ഇന്ത്യയാണ്. എന്നാൽ അമേരിക്കയുടെ പരീക്ഷണ സ്റ്റാറ്റസ് അത് ഇപ്പോഴും ഔദ്യോഗികമായിട്ട് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. എന്നാണെങ്കിലും ഇന്ത്യ ഒരു നിർണായകമായിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്താൻ അല്ലെങ്കിൽ മിസൈൽ ഉണ്ടാക്കാൻ കഴിയുന്ന ആ രാജ്യങ്ങളുടെ പട്ടികയിൽ അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഒരു വലിയ വമ്പൻ ശക്തിയായി തന്നെ ഇപ്പോൾ ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ എന്ന കാര്യത്തിൽ പലർക്കും ഒരുപക്ഷെ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടായേക്കാം. സാധാരണ നമ്മൾ ഈ മിസൈലുകളെ പറ്റി ഏറെക്കുറെ എല്ലാവർക്കും ചെറിയൊരു അറിവെങ്കിലും അല്ലെങ്കിൽ ഒരു ധാരണയെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സാധാരണ മിസൈലുകളിൽ നിന്ന് ഇതിൻ്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഈ മിസൈലുകൾക്ക് ശബ്ദത്തിൻ്റെ വേഗത്തേക്കാൾ ഏകദേശം 5 മുതൽ 25 മടങ്ങ് വരെ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് കഴിയുമെന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്ന ഈ മിസൈൽ അതിന് ശബ്ദത്തിനേക്കാൾ ഏകദേശം 15നും 20നും ഇടയിൽ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ ആണെന്നാണ് റിപ്പോർട്ട്. അതായത് ഇത്തരം മിസൈലുകളെ തകർക്കാനായിട്ട് മറ്റൊരു രാജ്യത്തിനും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കും സാധിക്കുകയില്ല. അതായത് ഒരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മിസൈലിനെ, ഈ ഹൈപ്പർസോണിക് മിസൈലിനെ ഒരിക്കലും തകർക്കാനോ അല്ലെങ്കിൽ അവയെ പ്രതിരോധിക്കാനോ നിലവിൽ സാധിക്കുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ ഒരു മിസൈൽ അത് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഒരു സൈനിക താവളമോ അല്ലെങ്കിൽ അവരുടെ തലസ്ഥാനമോ ലക്ഷ്യമിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ചൈനയുടെ ഒരു നഗരം അല്ലെങ്കിൽ സൈനിക താവളമൊക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടോ വിക്ഷേപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരിക്കലും ഈ മിസൈലിനെ തടയാൻ ചൈനയ്ക്കോ അല്ലെങ്കിൽ ഈ പാകിസ്ഥാനോ സാധിക്കുകയില്ല. കാരണം ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്നേ വരെ ഒരു രാജ്യവും കണ്ടുപിടിച്ചിട്ടില്ല, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു പരീക്ഷണം ശരിക്കും ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഞെട്ടിച്ചിരിക്കുന്നത്. എന്തിനേറെ പറയണം, ഇസ്രയേലിന് പോലും ഇല്ലാത്ത അത്യാധുനിക ഒരു മിസൈലാണ് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഉത്തര കൊറിയയുടെ കയ്യിലും ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിസൈൽ ടെക്നോളജിയിൽ മുന്നേറാൻ പരിശ്രമിക്കുന്ന വളരെ ചുരുക്കം ചില രാജ്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിലൊന്നായി തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യവും ഇന്ത്യ ഇപ്പോൾ വലിയൊരു ശക്തിയായി തന്നെ മാറിയിരിക്കുന്നു. ഹൈപ്പർസോണിക് രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക നോക്കിയാൽ അതിലൊന്ന് ഓസ്ട്രേലിയ ഉൾപ്പെടുന്നുണ്ട്. അവരാണെങ്കിൽ അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ്
ഇപ്പോൾ ഒരു ഹൈപ്പർസോണിക് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് ബ്രസീൽ വരുന്നുണ്ട്. അവരും ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിക്കാനായിട്ട് ഇപ്പോൾ ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചൈനയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല ഫ്രാൻസ്, ജർമ്മനി ഇപ്പോൾ എല്ലാവരും തന്നെ പരീക്ഷണം നടത്തുന്നുണ്ട്. ഇറാനും ജപ്പാനും ഉത്തര കൊറിയയും ഇപ്പോൾ നിരവധിയായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല റഷ്യ, സൗത്ത് കൊറിയ, UK, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയെ കൂടാതെ ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മാണത്തിലും അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടുതൽ അഡ്വാൻസ്ഡ് വേർഷൻസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ തന്നെ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 100% ഉറപ്പിക്കാവുന്ന ഹൈപ്പർസോണിക് എന്ന് പറയാവുന്ന മിസൈലുകൾ ഇപ്പോൾ പരീക്ഷിച്ച് തെളിയിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് റഷ്യ, ചൈന, ഇന്ത്യ, കൂട്ടത്തിൽ അമേരിക്ക എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഈ 4 രാജ്യങ്ങളെ മാത്രമേ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ വിജയകരമായിട്ട് പരീക്ഷിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവർ പരിശ്രമ നിർമ്മാണ ഘട്ടത്തിൽ തന്നെയാണ്. ഈ ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് തന്നെ അതും ഈ കാലഘട്ടത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിപരമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മിസൈലുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഈ പരീക്ഷണത്തെ, ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണത്തെ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ വളരെയധികം ഉറ്റുനോക്കുന്നത്, വളരെയധികം ഭയപ്പെടുന്നത്. ഇന്നുവരെ ഫ്രാൻസിനോ അല്ലെങ്കിൽ ബ്രിട്ടനോ അല്ലെങ്കിൽ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങൾക്കോ, എന്തിനേറെ പറയണം ബുദ്ധിയിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ഇസ്രയേലിന് പോലും ഇത് കണ്ടെത്താനോ അല്ലെങ്കിൽ വികസിപ്പിക്കാനോ സാധിക്കാത്ത ഒന്നാണ്. അതാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജി. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെയും സഹായമില്ലാതെ DRDOയുടെ സ്വന്തം പണിപ്പുരയിലാണ് നമ്മുടെ രാജ്യം ഇന്ത്യ ഇപ്പോൾ ഈ മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ഐലൻഡിലാണ് ഈ മിസൈലിൻ്റെ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ശരിക്കും ഈ ഒരു പരീക്ഷണം ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഏറ്റവും ശക്തി പകരുന്ന ഒരു മിസൈൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.